ഹായ് ഓൾ, ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് DIA, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്. ബൈ ചെയ്തു, സെല്ല് ചെയ്തു, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുന്നത് കൊണ്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? നിർമ്മലാജിയുടെ പാർലമെൻറ്റിലെ പ്രസംഗത്തിൽ പോലും നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സ് പവർഫുള്ളായി, അവരാണിപ്പോൾ കൂടുതൽ ബൈ ചെയ്യുന്നത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പവർ കുറഞ്ഞു എന്നൊക്കെ വളരെ ശക്തമായിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ DIAs എത്ര സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്, FIAs എത്ര സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്, റീറ്റെയിലേഴ്സ് എന്തോ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതെല്ലാം അനാലിസിസ് ചെയ്യുന്ന ഒരു കേസ് സ്റ്റഡി വീഡിയോ ആണ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. 2017 മുതൽ ഒരു ഫുൾ ടൈം ഓപ്ഷൻ ട്രേഡറാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്താണ് DIA, എന്താണ് FIA എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പൊതുവേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെബിയുടെ നോംസിലൊക്കെ പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇന്ത്യയിൽ ലോക്കലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, നമ്മുടെ ബാങ്കുകൾ, ഇവിടെയുള്ള ഹെഡ്ജ് ഫണ്ടുകൾ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ LIC പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ പൊതുവെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം. അപ്പോൾ ഇവർ വലിയ രീതിയിൽ ഫണ്ടുള്ളതും എന്നാൽ വലിയ രീതിയിൽ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ആളുകളാണ്. ഇനിയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ 2014 ശേഷം FPI എന്ന കാറ്റഗറിയാണ് ഉള്ളത്. അപ്പോൾ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, അപ്പോൾ ഈ FIA എന്നാണ് എല്ലായിടത്തും എഴുതുന്നതെങ്കിലും ആക്ച്വലി ഇതൊരു പഴയ വേർഡാണ്. പക്ഷേ അതങ്ങനെ തന്നെ യൂസ് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇവർ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്? ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. മോർഗൻ സ്റ്റാൻലി, JP മോർഗൻ, ബ്ലാക്ക് റോക്ക്, ജെയിൻ സ്ട്രീറ്റ് തുടങ്ങിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മാത്രമല്ല പെൻഷൻ ഫണ്ടുകൾ, എന്താ പറയുക, മലബാർ ഫോറിൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള ആളുകൾ അവിടെ ഒരു കമ്പനി രൂപീകരിച്ച് വലിയ എമൗണ്ടിൽ ഇന്ത്യയിലോട്ട് വന്നാൽ പോലും ഈ പറഞ്ഞ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. ഒരു $1 മില്യൺ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കുന്നത്. ഒരു 8 കോടി രൂപ. കാരണം കുറേ ചിലവുകളുണ്ട് ഇവർക്ക്, എല്ലാ മാസവും ഇത്ര കണക്കുകൾ കൊടുക്കണം, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മിനിമം ഒരു 8 കോടി അല്ലെങ്കിൽ 10 കോടി രൂപയ്ക്കുള്ളൊരു വലിയൊരു ഫണ്ട് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നാൽ മാത്രമാണ് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കത്തുള്ളൂ. നമ്മൾ പറയുന്നത് ബിഗ് പ്ലേയേഴ്സിനെ കുറിച്ചിട്ടാണെങ്കിൽ അവർ അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് മണി കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആ പറഞ്ഞ 10 കോടിയും 100 കോടിയൊന്നും ആയിരിക്കില്ല അവർ വരുന്നത്. അപ്പം നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇവരെത്ര ബൈ ചെയ്യുന്നുണ്ട്, എത്ര സെല്ല് ചെയ്യുന്നുണ്ട്, ടോട്ടൽ ഫോറിൻ പോർട്ട്ഫോളിയോസിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, ഡൊമസ്റ്റിക്കിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്നുള്ളതാണ്. നമ്മൾ പൊതുവെ FIAസും DIAസും ഡെയിലി എത്ര വാങ്ങി എത്ര വിറ്റു എന്നുള്ള ഡേറ്റ നോക്കാറുണ്ട്, മന്ത്ലി എത്ര വാങ്ങി എത്ര വിറ്റു എന്നുള്ള ഡേറ്റ നോക്കാറുണ്ട്. പൊതുവേ ഇപ്പോൾ ഞാനൊക്കെ നോക്കുന്നത് ഇപ്പോൾ സെൻസിബിൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ ഡേറ്റ എപ്പോഴും നോക്കാറ്. ചിലർ മണി കൺട്രോളിലായിരിക്കാം, മറ്റ് പല ആപ്പുകളിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ വരുന്ന സ്ക്രീൻഷോട്ടൊക്കെ ആയിരിക്കും നോക്കാം. എന്നാൽ ഈ ഡേറ്റ എപ്പോഴും അത്ര അക്യുറേറ്റഡ് ഡേറ്റയല്ല. ഡെയിലി NSE ഇടുന്ന ഡേറ്റയേക്കാൾ വളരെ അക്യുറേറ്റഡ് ആയിട്ടുള്ള ഒരു മന്ത്ലി ഡേറ്റ NSE മന്ത്ലി റിപ്പോർട്ട് എന്ന പേരിൽ എല്ലാ മാസവും മാർക്കറ്റ് പൾസ് എന്നുള്ള രീതിയിൽ ഒരു PDF ഫയൽ എല്ലാ മാസവും ജനറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലോ പിൻഡ് കമൻറ്റിലോ ഞാൻ ആ ഒരു PDFൻ്റെ ലിങ്ക് അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അത് പോയി അനാലിസിസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ഡാറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ഈ മന്ത്ലിയുള്ള ഇപ്പോൾ മണി കൺട്രോളുള്ള ഡാറ്റയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഡാറ്റയും NSE ഫൈനലായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡാറ്റയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2025 ടോട്ടൽ FIA സെല്ല് ചെയ്ത ഡാറ്റ നോക്കുകയാണെങ്കിൽ 1,75,000 നമുക്ക് ഈ പറഞ്ഞ മണി കൺട്രോളിലൊക്കെ കാണാനായിട്ട് പറ്റുക. പക്ഷേ ആക്ച്വൽ സെബിയുടെ ഡാറ്റയിൽ അതൊരു നിയർലി 1 lakh കോടി, 1 ലക്ഷം കോടി രൂപയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഡാറ്റ നോക്കുന്നെങ്കിൽ അത് NSEയുടെ ഡാറ്റ നോക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത്
ഒരു നല്ല ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഇമേജിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2022 മുതൽ 2025 ജൂൺ വരെയുള്ള ഡേറ്റയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 2022 സെപ്റ്റംബറിൽ ഏകദേശം അതൊരു 260-270 ലക്ഷം കോടി രൂപയായിരുന്നു ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ സ്റ്റോക്കുകളുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് മാർക്കറ്റ് അപ്പാവുമ്പോൾ ഉറപ്പായിട്ട് മാർക്കറ്റ് ക്യാപ്പ് കൂടുമല്ലോ. അങ്ങനെ കൂടി എനിക്ക് തോന്നുന്നു 2024 സെപ്റ്റംബറിൽ അത് ഏകദേശം 460 ലക്ഷം കോടി രൂപയിൽ എത്തി. അതിനുശേഷം മാർക്കറ്റ് കറക്റ്റ് ചെയ്തു, വീണ്ടും തിരിച്ച് ഓൾ ടൈം ഹൈയുടെ അടുത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. കാരണം ലാസ്റ്റ് 1 ഇയറിൽ മാർക്കറ്റ് ഒന്നും തന്നെ ജനറേറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഈ ടോട്ടൽ ഇത്രയും ഫണ്ടിൽ ഏകദേശം 450 ലക്ഷം കോടി രൂപയിൽ FIS എത്ര ലക്ഷം കോടി രൂപ ഹോൾഡ് ചെയ്യുന്നുണ്ട്? ഒന്ന് ഗസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഗ്രാഫിൽ ബ്ലൂ ലൈനിൽ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ, ഇവിടെ ഗ്രീൻ ലൈനിൽ കാണുന്നത് FPIസിൻ്റെ മാത്രം ഡേറ്റയാണ്. അപ്പോൾ 2022 ഏകദേശം 267 ലക്ഷം കോടി ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഏകദേശം 49 ലക്ഷം കോടി രൂപയാണ് FIS ഹോൾഡ് ചെയ്തിരുന്നത്. അതായത് ഏകദേശം ഒരു 20%, റൈറ്റ്? എന്നാൽ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഈ 49 ലക്ഷം കോടി എന്നുള്ളത് അവർ കൂട്ടി എവിടെ എത്തിയിട്ടുണ്ട്? 82 സെപ്റ്റംബർ 2024 സെപ്റ്റംബറിൽ അത് 82 എത്തിയിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് മാർക്കറ്റ് ക്യാപ്പ് 468 ലക്ഷം കോടി രൂപയാണ്. കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ 82-ൽ നിന്ന് അവർ കുറച്ച് പ്രൈസ് കുറച്ചിട്ടുണ്ട്. റൈറ്റ് നൗ അത് 79 ലക്ഷം കോടി രൂപയാണ്. 450-ൽ 79 ലക്ഷം കോടി രൂപ ഫോറിൻ പോർട്ട്ഫോളിയോസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് നിയർലി 17%. ഈ പറഞ്ഞ 20% ഉണ്ടായിരുന്നത് അവർ എത്രയായിട്ട് കുറയ്ക്കുകയാണ്? 17% അവർ കുറച്ചു. നമുക്കറിയാം കഴിഞ്ഞ 2 വർഷമായിട്ട് ഫോറിൻ പോർട്ട്ഫോളിയോസ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വിറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഇത് പേഴ്സൻറ്റേജിൻ്റെ മാത്രം ഒരു ഡേറ്റയാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 18-19% ഉണ്ടായിരുന്ന FISൻ്റെ ടോട്ടൽ ഹോൾഡിങ്സ് എത്ര ശതമാനമായിട്ട് കുറയാണ്? 17% കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ FISൻ്റെ ഡേറ്റയിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയല്ലോ. ഇനി നമ്മൾ നോക്കേണ്ടത് ആരുടെ ഡേറ്റയാണ്? DIS. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുകൾ റെഗുലറായിട്ട് SIPയിൽ വലിയൊരു ഇൻഫ്ലോ ഉള്ളത് ഈ പറഞ്ഞ DISന് ഡേറ്റ കൂട്ടാനായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് DISനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ DISൻ്റെ ഡേറ്റ നമുക്ക് നോക്കാം. DISൻ്റെ ഡേറ്റയിൽ 13.7% DISൻ്റെ ഹോൾഡിങ്സ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഈ പറഞ്ഞ മാർച്ച് അല്ലെങ്കിൽ ജൂൺ 2025 16%-ലെത്തിയിട്ടുണ്ട്. സോ SIP ആണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം നിങ്ങൾക്കറിയാം. അപ്പോൾ 13% ഉണ്ടായിരുന്ന എവിടെ എത്തി? 16 എത്തി. FISൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 17 ഇപ്പോൾ FIS 17 DIS 16 എന്ന് പറയുന്ന ലെവലിലെത്തി. എന്നാൽ നമ്മൾ 2022 നോക്കുമ്പോൾ DISൻ്റെ വെറും 13%, FISൻ്റെ അത് 20%. ഒരു 7% ഒരു ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ കറൻ്റ്ലി ആ ഡിഫറൻസ് 1% കുറഞ്ഞു. അതായത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ FISഉം DISഉം ഏകദേശം തുല്യ ശക്തികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ 16, 17 അങ്ങനെ ബാക്കി ഫണ്ടെല്ലാം ആരുടെ കയ്യിലാണ്? എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്കുണ്ടോ? യെസ്, ഇനി നമുക്ക് അതുകൂടി നോക്കാം. ഇവർ രണ്ടാളും കൂടാതെ ബാക്കി ഫണ്ടെല്ലാം ആരുടെ കയ്യിലാണ്? നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണോ ബാക്കി ഫണ്ടെല്ലാം ഹോൾഡ് ചെയ്യുന്നത്? ഈ കാണുന്ന ഇമേജിൽ ആരൊക്കെയാണ് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നത്, എത്രയൊക്കെയാണ് അവരുടെ ഈ കറണ്ട് പെർസെൻറ്റേജ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ആക്ച്വലി എല്ലാ കമ്പനികളുടെ ഓണേഴ്സിൻ്റെ കയ്യിലല്ലേ ആക്ച്വലി ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഇരിക്കുക. ഒരു കമ്പനിയുടെ അറ്റ്ലീസ്റ്റ് 25% ഫണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ എന്ത് ചെയ്യുക? ലിസ്റ്റ് ചെയ്യുക. കുറച്ചുകൂടി വലിയ കമ്പനിയാണെങ്കിൽ കൂടുതൽ പെർസെൻറ്റേജ് ഒക്കെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഹോൾഡിങ്സ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ളത് ആർക്കാണ്? പ്രൊമോട്ടേഴ്സിനാണ്. അത് ഇന്ത്യയിൽ നിന്നുള്ള പ്രൊമോട്ടേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഫോറിൻ പ്രൊമോട്ടേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പ്ലസ് ഫോറിൻ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ 40% ഹോൾഡിങ്സ് ഉണ്ട്. അപ്പോൾ അതായത് ഏകദേശം 184 ലക്ഷം കോടി രൂപ. ഈ പ്രൊമോട്ടേഴ്സ് പോലെ തന്നെ ഗവൺമെൻറ് കമ്പനികളുടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഹോൾഡിംഗ് ഉള്ളത് ആർക്കാണ്? ഇന്ത്യൻ ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഏകദേശം 10% ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിൻ്റെ
എല്ലാ സ്റ്റോക്കുകളുടെയും ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ 10% ഗവൺമെൻറ്റാണ് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ FIAസിൻ്റെ കണ്ടു 17%, DIS 16%. എന്നാൽ നമ്മളെപ്പോലുള്ള ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് 9.6% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ മാർക്കറ്റിൻ്റെ ഏകദേശം 10% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ അതേഴ്സ് എന്ന് പറഞ്ഞുള്ള കാറ്റഗറി ഉണ്ട്. അതേഴ്സിൽ ഈ പറഞ്ഞ കമ്പനികൾ, ഹോൾഡിംഗ് കമ്പനികൾ പോലുള്ള കാറ്റഗറീസിലൊക്കെ വരുന്ന ആളുകളാണ്. അവർ ഏകദേശം 4.7% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽസും DISും വിചാരിച്ചാൽ മാർക്കറ്റിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയിക്കൂടെ? FIAസിനെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെയാണ് FIAസിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണെന്നറിയോ? ഈ പറഞ്ഞ 10% ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഒരു രീതിയിലും പ്രോപ്പർലി കണക്റ്റഡ് അല്ല. അവരുടെ ഡിസിഷൻസ് എപ്പോഴും സെയിം ആയിരിക്കില്ല, വളരെ ഡിഫറൻ്റ് ആയിരിക്കും. എന്നാൽ ഈ പറഞ്ഞ FIAs കൂടുതലും വളരെ സ്ട്രോങ് ഡിസിഷൻസും ഒരേ ഡയറക്ഷനിലുള്ള ഡിസിഷൻസും എടുക്കുന്നവരായതുകൊണ്ട് ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു 50% അല്ലെങ്കിൽ 40% സ്റ്റോക്കുകൾ മാത്രമായിരിക്കും ഒരു റെഗുലർ, അല്ലെങ്കിൽ 30% സ്റ്റോക്കുകൾ മാത്രമായിരിക്കും റെഗുലറായിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നുള്ളൂ. ബാക്കിയെല്ലാം എല്ലാവരും ഹോൾഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് ആണെങ്കിലും അധികം സ്റ്റോക്കുകൾ വിൽക്കുകയോ അധികം സ്റ്റോക്കുകൾ വാങ്ങുകയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. ഈ പറഞ്ഞ FIAs ആണെങ്കിലും മേജർ എമൗണ്ട് ഇപ്പോൾ 19% ഉണ്ടായിരുന്നത് അവർ 17% കുറച്ചാൽ പോലും അവരുടെ ടോട്ടൽ എക്സ്പോഷറിൻ്റെ വെറും 10% മാത്രമേ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചിട്ടുള്ളൂ. ബാക്കി 90% അവർ അനക്കിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ ഡിസിഷൻസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ FIAs വിചാരിച്ചാൽ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ നടക്കും. DIS വിചാരിച്ചാൽ നടക്കുമെങ്കിലും DIS ഇത്രയും ബൈ ചെയ്തിട്ടും മാർക്കറ്റ് ശക്തമായിട്ട് മുകളിലോട്ട് പോകാതിരിക്കാനുള്ള ഒരു റീസൺ DISന് സെൻറ്റിമെൻറ്റ്സ് എപ്പോഴും റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ DIS ഹാൻഡിൽ ചെയ്യുന്ന ഫണ്ട് 90% റീറ്റെയിലേഴ്സിൻ്റെ ഫണ്ടാണ്, സാധാരണക്കാരൻ്റെ ഫണ്ടാണ്, മ്യൂച്വൽ ഫണ്ടിൽ വരുന്ന ഫണ്ടാണ്. അപ്പോൾ റീറ്റെയിലേഴ്സിന് മാർക്കറ്റ് ഭീകരമായിട്ട് താഴെ പോകുന്നോ എന്തെങ്കിലും ഒരു പാനിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം സെല്ല് പോകുന്നത് എവിടെയായിരിക്കും? ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നായിരിക്കും. അപ്പോൾ മാർക്കറ്റിൽ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും DISൻ്റെ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് പരിഗണിക്കേണ്ടി വരും. FIAസിന് ഇപ്പോഴും മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്, പവർ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മാർക്കറ്റിനെ ഇപ്പോഴും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മൾ 2007, 2003 കാലഘട്ടമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ FIAസിന് ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് ഉണ്ടായിരുന്നു. അവർ വിറ്റ് കഴിഞ്ഞാൽ മാർക്കറ്റ് ശക്തമായിട്ട് താഴെ പോകുന്നു, അവർ ബൈ ചെയ്താൽ ശക്തമായിട്ട് മാർക്കറ്റ് മുകളിൽ പോകുന്നു. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റ് വളരെ ശക്തമായിട്ട് തിരിച്ചു കയറി. നമ്മുടെ നിർമ്മലാജി പറഞ്ഞതുപോലെ ഇന്ത്യൻ റീറ്റെയിൽ പവർ കാണാൻ കിടക്കുന്നേ ഉള്ളൂ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല നമുക്ക് വേണ്ടത്, ഇന്ത്യക്കാർ പവറാടാ എന്ന് പറയുന്ന പോലെ നമ്മുടെ മാർക്കറ്റിൽ റീറ്റെയിലേഴ്സിൻ്റെയും DISൻ്റെയും പവർ കൂടിക്കഴിഞ്ഞു. FIAസിന് ഒരു പരിധി വരെയുള്ള കൺട്രോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ അവരുടെ കൺട്രോൾ അത്രയും മോശമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു നല്ലൊരു കേസ് സ്റ്റഡി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ട്രേഡ് ചെയ്യുന്ന ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫോർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും.